കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഫേസ് റെക്കഗ്നിഷൻ ഫീച്ചർ വന്നിട്ടുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കംപ്ലീറ്റ് ഫീച്ചർ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടും അതൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് സമയം എടുത്തു. അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ ലേറ്റ് ആയി പോയത്. പക്ഷേ ഇപ്പോഴും പലരും അറിഞ്ഞിട്ടില്ല ഫേസ് റെക്കഗ്നിഷൻ ഫീച്ചർ വന്നു എന്നുള്ളത്. ഓക്കെ, ഫേസ് റെക്കഗ്നിഷൻ ഫീച്ചറിൻ്റെ പ്രധാനപ്പെട്ട മേന്മയായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, നമ്മുടെ ഫോട്ടോസ് ആരെങ്കിലും അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാഗ് വരും, അല്ലെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ അതിന് അനുസരിച്ചിട്ടുള്ള ഒരു കാര്യം വരും. ഇഫ് നമ്മുടെ ഫ്രണ്ട്സ് കോമൺ ഫ്രണ്ട്സായിട്ട് അപ്ലോഡ് ചെയ്ത ആളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുകൂടാതെ ആരെങ്കിലും പ്രൊഫൈൽ പിക്കായിട്ട് നമ്മുടെ ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ നമുക്കത് അറിയാൻ വേണ്ടി സാധിക്കും. ഇതിനാണ് പ്രധാനമായിട്ട് ഫേസ് റെക്കഗ്നിഷൻ ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ടാഗ് ചെയ്യാനും എല്ലാം സാധിക്കുകയും ചെയ്യും. ഫേസ് റെക്കഗ്നിഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ജസ്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് സെറ്റിങ്സിൽ പോയി മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. ഫേസ്ബുക്കിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഫേസ് റെക്കഗ്നിഷൻ ഫീച്ചർ എന്നുള്ളത്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റിങ്സ് നിങ്ങൾക്ക് എടുക്കാൻ അറിയാം. സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തു കഴിയുമ്പോൾ അവിടെ നമുക്ക് ആദ്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ജനറൽ സെക്യൂരിറ്റി ലോഗിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ താഴെ ഭാഗത്ത് ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഫേസ് റെക്കഗ്നിഷൻ എന്നുള്ള ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫേസ് റെക്കഗ്നിഷനിൽ ഇവിടെ ചോദിക്കും, ഡു യു വോണ്ട് ഫേസ്ബുക്ക് ടു ബി ഏബിൾ ടു റെക്കഗ്നൈസ് യു ഇൻ ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും മറ്റാരെങ്കിലും അപ്ലോഡ് ചെയ്തതാകട്ടെ, നിങ്ങളുള്ള ഫോട്ടോസും വീഡിയോസിലും നിങ്ങളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ ഫേസ്ബുക്കിനെ അലോ ചെയ്യുന്നു എന്നുള്ളത്. അതിന് നിങ്ങൾ യെസ് കൊടുക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം അത് യെസ് കൊടുത്ത് പിന്നെ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ യെസ് എന്നുള്ളത് നോ ചെക്ക് ചെയ്താലും മതി. ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ ഫോട്ടോസ് ആരെങ്കിലും അപ്ലോഡ് ചെയ്യുകയാണ്, അവരുടെ DP ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളെ അറിയിക്കാനുള്ളൊരു സംവിധാനമാണ് ഫേസ്ബുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ഓപ്ഷൻ കൂടി കാണിച്ചു തരാം. ഇത് ഓൾറെഡി ഉണ്ട്. നമ്മുടെ ഫോണിൽ നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ലാപ്ടോപ്സിൽ ചെയ്യാറുണ്ട്. ഇതേപോലെ ആരെങ്കിലും നമ്മുടെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിസ്റ്റത്തിൽ നിന്ന് മൊബൈൽ ഫോൺസിൽ നിന്ന് നമ്മുടെ ഫേസ്ബുക്കിൽ ആരെങ്കിലും കയറിയോ എന്നുള്ളത് നമുക്ക് നോക്കാനും, അങ്ങനെ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അത് ലോഗ് ഔട്ട് ചെയ്യാനും സാധിക്കും. അതിനുവേണ്ടി ഇതേപോലെ തന്നെ സെറ്റിങ്സിൽ സെക്യൂരിറ്റി ആൻഡ് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് വെൻ യു ആർ ലോഗ്ഡ് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സീ മോർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഫോണിൽ നിന്നാണ്, ഏതൊക്കെ ലാപ്ടോപ്പിൽ നിന്നാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ഭാഗം കിട്ടും. ഇതിലിപ്പം ഏതിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് വെച്ചാൽ അവിടെ ആക്റ്റീവ് നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാം. ഇതിപ്പോൾ ആക്റ്റീവ് അല്ല, അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം സെറ്റിങ്സ് പോവുക, നോട്ട് യു എന്നുള്ളത് മാർക്ക് ചെയ്യുക, ലോഗ് ഔട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. ഫേസ് റെക്കഗ്നിഷനാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഫേസ് റെക്കഗ്നിഷൻ ഫീച്ചർ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഫോട്ടോസ് വേറെ ആരെങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ ഒരു പരിധി വരെ ഫേസ് റെക്കഗ്നിഷൻ ഫീച്ചർ സഹായിക്കും. അതുകൊണ്ട് ഈ ഫീച്ചർ എല്ലാവരും യൂസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.